ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പം എൻ്റെ അനിയൻ്റെ നിക്കാഹിൻ്റെ ദിവസത്തെ ആ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഉമ്മപ്പയും ഇതെൻ്റെ നേരെ താഴെ അനിയൻ. അപ്പം അന്ന് തലേ ദിവസം എന്താ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മളെ നട്സൊക്കെ ഇല്ലേ, ബദാമും പിസ്തയും പിന്നെ ഈത്തപ്പഴമൊക്കെ കൂടി ഇതുപോലെ കുഞ്ഞു കിഴിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം, അവർ തമ്മിലുള്ള കോമഡിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിക്കാഹിൻ്റെ ദിവസം നമ്മൾ കഴിഞ്ഞ 12-ാം തീയതി ആയിരുന്നു നിക്കാഹ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടി രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഓളെ സന്മനസ് കൊണ്ട് അത് കൊടുക്കാൻ വെച്ചു. അപ്പോൾ ഇതാണ് പെണ്ണിന് വേണ്ടിയിട്ട് ഹാമ്പർ സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടില്ല, ബാക്കിയൊക്കെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഡ്രസ്സും അതുപോലെ ചെരുപ്പും അതേപോലെ തന്നെ മുട്ടായൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയും അധികം നട്സും ഇതൊക്കെ ആക്കാനുള്ള തുണിയും അതുപോലെ റിബണൊന്നും തികയാതെ വന്നപ്പോൾ ബാക്കിയുള്ളത് എന്തായാലും ട്രയലിൽ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കയ്യിൽ നിന്ന് മാക്സിമം ഒരു 300-350ഓളം ഇതുപോലെ കുഞ്ഞു കേക്കുകൾ കെട്ടിയിട്ട് അവർ തന്നെ സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അവൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഒരുപാട് കല്യാണങ്ങൾക്കൊക്കെ ഇവൻസൊക്കെ ചെയ്തുകൊണ്ടാണ് അവനും ഒരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഇതുപോലെ ചെയ്തെടുക്കണം കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ അന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരയണതും പുതിയ പ്ലേറ്റ് ഇറങ്ങുന്ന സമയം. അപ്പോൾ ഇതാണ് എൻ്റെ ഇത്താത്ത കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ കാക്ക, പിന്നെ ഇതിൻ്റെ മാമന്. അപ്പോൾ എല്ലാവരോടും കൂടെ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞ് ആ ടൈമിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിക്കാഹിൻ്റെ സമയം പറഞ്ഞിട്ടുള്ളത് 11:30 മണിയാണ്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ വിട്ടത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഒരു റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റീലൊന്നും ആയിട്ടില്ല, ഒക്കെ ഫോട്ടോ ഇട്ടിട്ട് നമ്മൾ വീഡിയോ ഇറക്കും. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു വീട്ടിൽ അടുത്ത മുറ്റത്തൊക്കെ പോയിട്ട് നന്നായിട്ട് അടിപൊളി വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ പിന്നീട് കാണാം. അപ്പോൾ വീഡിയോ വീണ്ടും പറയാണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിൽക്കാതിൻ്റെ ഒരു ടൈമാണ് കേട്ടോ. വാത്സല്യവും ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കണില്ല ഇത്രയും ക്രൗഡിൻ്റെ ആ സമയത്ത് നമ്മൾ നിൽക്കാതെ നടക്കുന്നുള്ളത്. എല്ലാവരോടും പറഞ്ഞിട്ട ടൈമാണ്, പക്ഷെ എല്ലാവരും ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പം ഹോളങ്ങ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയം അവിടെ നിൽക്കാവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മെഹർ കൈമാറാണ്. അപ്പം ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ എന്തായാലും എനിക്ക് വ്ളോഗ് എടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് എടുത്തു വെച്ചാൽ നമുക്ക് ഓർമ്മക്കായിട്ട് ആ ഒരു വീഡിയോയായി. എനിക്ക് എൻ്റെ സന്തോഷത്തിന് വീഡിയോ അപ്ലോഡ് ചെയ്യലായി. അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞത് ഈ കുഞ്ഞു കുഞ്ഞു കിഴികളില്ലേ, തലേ ദിവസം ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഒരു സന്തോഷത്തിന് നമ്മൾ ആ സമയം കൊടുക്കും. പള്ളിയിൽ വെച്ചിട്ടാണ് നിൽക്കുക എന്നുണ്ടെങ്കിൽ അത് എന്തായാലും അവിടെ വെച്ച് കൊടുക്കലുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിലുള്ള സൗകര്യങ്ങളും പിന്നെ പള്ളിയിൽ വെച്ചിട്ട് ഇത്ര ആൾ കൊള്ളില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി. അപ്പോൾ എൻ്റെ ഒരുപാട് കസിൻസ് ഉണ്ട്. നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് പെരുന്നാളിൻ്റെ വീഡിയോയിൽ എനിക്കൊരുപാട് കസിൻസ് ഉള്ളതും ഞങ്ങൾ വലിയൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കസിൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കൂടി നമ്മളെ വീഡിയോ എടുക്കലും അവരൊക്കെ വീഡിയോയിൽ വരുന്നുണ്ട്, ഈ വ്ളോഗ് എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതാണ് എൻ്റെ ഇക്കാക്കാൻ്റെ വൈഫിൻ്റെ നാത്തൂമാരാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് അപ്പോൾ വീഡിയോയിലൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ പെണ്ണിൻ്റെ എൻട്രിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെണ്ണിനെ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം.
അപ്പം ഞാനും എൻ്റെ നാത്തുമാരും എല്ലാവരും കൂടി കൈകൊട്ടിയൊക്കെ അവളെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന ആ ലാവൻഡറിൽ ചുരിദാറാണ് കേട്ടോ, ഇലിത്തത്തൻ്റെ മോളാണ്. അപ്പം എൻ്റെ മോള് ആമയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു നിക്കാഹ്. ഭയങ്കര സന്തോഷമായി, എല്ലാവർക്കും കൂടാനും പറ്റി. അപ്പോൾ ആ പെണ്ണിനൊക്കെ സ്റ്റേജിലേക്ക് എത്തിച്ചു കൊടുത്തു. അപ്പോൾ പുതിയാപ്പിള മെഹറൊക്കെ കെട്ടിയതിന് ശേഷം എൻ്റെ ഉമ്മ കഴിച്ചയും കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മെഹറായിട്ട് കൊടുത്തത് മാലയും കഴിച്ചീനാണ്. അപ്പം അത് ഉമ്മ കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരും കൂടി സ്റ്റേജിൽ വന്നു. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി വീഡിയോഗ്രാഫർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കിട്ടുന്ന സമയത്തൊക്കെ കുഞ്ഞു വീഡിയോസ് എടുത്ത ആ ഒരു നല്ല നല്ല നിമിഷങ്ങൾ എൻ്റെ ഫോണിൽ എടുത്ത ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കണം. അപ്പോൾ എൻ്റെ അനിയൻ്റെ പേര് വാസിഫ് എന്നാണ്. അപ്പം നാത്തുവിൻ്റെ പേര് മാഷൂമ. അപ്പോൾ അവളിപ്പോഴും പഠിക്കുകയാണ്. പിന്നെ അനിയന് മൊബൈൽ ആപ്പ് ഡെവലപ്പറാണ്, ഫിറ്റർ ഡെവലപ്പറാണ്. അപ്പോൾ ഒരേതായ രീതിയിൽ നമ്മളെ സന്തോഷങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ അതായത് അവൻ്റെ ഓഫീസിലുള്ള ആളുകൾ ഒരു കേക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞങ്ങളൊരു കേക്ക് സെറ്റ് ചെയ്തിരുന്നത് പിന്നീട് മുറിച്ചു. ഫസ്റ്റ് തന്നെ അവരുടെ ഓഫീസിലെ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന കേക്കാട്ടോ. ഓഫീസിൽ ബോസും അവരുടെ കൂടെ കൊളീഗ്സൊക്കെ കൂടിയിട്ടാണ് ആ കേക്ക് മുറിച്ചത്. അപ്പോൾ അതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ താഴെ നിന്ന് ഇതൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു അവർക്കും എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അതിനായിട്ടുള്ള ആത്മബന്ധത്തിന് പുറത്തല്ലേ എല്ലാവരും കേക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അന്ന് ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ വ്ളോഗ് വീണ്ടും പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒരുപാട് ഫ്രണ്ട്സ് സർക്കിളുള്ള ആളായതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയാണ് ഈ ഒരു നിക്കാഹ് അടിപൊളിയാക്കി മാറ്റിയത്. പിന്നെ ഇതാ ഒരു ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പം ഞങ്ങൾ ചെയ്തത് എയർലൈൻസാണ് കേട്ടോ, എയർലൈൻസ് കാറ്ററിങ്സാണ്. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലേനും. അടിപൊളി ഫുഡായിരുന്നു, അത്ര അടിപൊളി ഫുഡ്. അതുമാത്രമല്ല നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സെറ്റിങ്സ് തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഡെസേർട്ട് ഉണ്ടായിരുന്നു, ലക്യുമിയത്തും അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റ് ഒഴിച്ചിട്ടുള്ള എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അതിനുശേഷം കുട്ടികൾ ആ ഒരു സ്റ്റേജും കൈയടക്കി എല്ലാവരും കളിയായി. ഹലോ, അപ്പൊ നീ കല്യാണമായിട്ട് തന്റെ ഒരേ ഒരു അമ്മായി കിട്ടിന്റെ കൂടെ അമ്മായി പറയണ്ട, നമ്മളെ കസിൻസ്
ദാ. മറക്കാതിരിക്കാനൊന്നും പറ്റില്ല. അയിനാ. യാ. കുസുമ ഗാന്ധി കുസുമം അങ്ങനെയായിട്ട് കുസുമം നല്ല കാണുമ്പോൾ കാണുന്നുണ്ടോ കുസുമത്തിൽ കുസുമം കുസുമത്തിന്റെ പേരെന്താണ്? ഈ ഒരു വീഡിയോ വരുമ്പോൾ ഞാൻ ആരെയും ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ പറ്റുന്ന വിധം എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളമ്മായിയുണ്ട്, പിന്നെ എൻ്റെ ഉപ്പാൻ്റെ അനിയന്മാരെ വൈഫുകളാണ്, പിന്നെ എൻ്റെ കസിന്, അങ്ങനെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ ആർക്ക് മനസ്സിലായി ഇവിടെ വീഡിയോ എടുത്തിരുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണോ എന്ന്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാൻ, ഞങ്ങളെ കൂടെ എല്ലാവരുടെ കൂടെയും വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഏട്ടന്മാരെ വൈഫ്, എൻ്റെ നാത്തൂമാർ, പിന്നെ എൻ്റെ ഇത്താത്തയും നാത്തുമാരും, ഇത് എൻ്റെ അക്കാക്കയും വൈഫും. അപ്പോൾ ഇതാണ് ഞാനും ഇത്താത്തയും കൂടിയും. ഇതെൻ്റെ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ചെറിയ ഡ്രസ്സായതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. പിന്നെ അതിനുശേഷം അവർ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടിന് പോയിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇട്ട് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഒരു ദിവസം ഭയങ്കര എൻജോയ് ആക്കി എടുത്തു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, കസിൻസിനും ഒക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.